Ladies and gentlemen, this is Adesh and welcome to My Gonadi. സോ ഒരു പാട്രിയോട്ടിക് സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഇപ്പൊ എവിടെ നോക്കിയാലും ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പടം, പാട്രിയോട്ടിക് പടം, റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പടം, പെട്ടിക്കട പോലെ. പിന്നെ ബോളിവുഡിന്റെ കാര്യമൊന്നും പറയണ്ട, പാട്രിയോട്ടിസത്തിനൊക്കെ കൊന്ന് കൊലവിളിക്കുകയാണ്. സോ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോ ഒരു 21 വയസ്സുകാരന്റെ സാക്രിഫൈസ്, ഒരു 21 വയസ്സുകാരന്റെ ബ്രേവറി, ഇതൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഇക്കിസ്. ഇപ്പൊ ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്. സോ ആമസോൺ പ്രൈമിന്റെ കാര്യം പറയണ്ടല്ലോ, മര്യാദയ്ക്ക് പടം ഇറക്കി വിടാൻ അവർക്ക് അറിയില്ല, ഒക്കെ റെന്റ് ആയിരിക്കും. ആൻഡ് ഇതും കൂടി കണ്ടപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, റെന്റിന് ഏത് പടം വന്നോ അതൊക്കെ പെട്ട തേങ്ങകളായിരിക്കും, 100% കട്ടായും. സോ ഇക്കീസ് ഈ പടം ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് ചില ഭാഗങ്ങൾ എത്തിയപ്പോ ഇത് ഞാൻ മുമ്പ് അവിടെ കണ്ടിട്ടുണ്ട്, ഉറപ്പാണ് തോന്നി. വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടന്റെ പടം, ലാലേട്ടൻ മേജർ രവി കോംബോയിൽ പറഞ്ഞ 1971 ബിയോണ്ട് ബോർഡേഴ്സ്. രണ്ടും സെയിം ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്കൊരു ബാറ്റിൽ ഓഫ് ബസന്തർ അതിനെ പറ്റിയാണ് തോന്നുന്നു, ഉറപ്പില്ല. സോ ഇതിൽ നമ്മുടെ നായകന്റെ പേര് അരുൺ ഖേത്രപാൽ, അതാണ് പേര് തോന്നുന്നു. ഈ 10 സെന്റൻസ് വലുപ്പമുള്ള പേരൊന്നും എനിക്ക് ഓർമ്മ നിൽക്കില്ല. സോ ആളാണ് ഈ 21 വയസ്സുകാരൻ. ആളുടെ ബ്രേവറിയും അതേപോലെ തന്നെ ആളുടെ സാക്രിഫൈസും ആണ് ഇക്കിസിൽ ഫുള്ള് കാണിക്കുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ആളുടെ അച്ഛനായിട്ട് ധർമ്മേന്ദ്രയാണ് അഭിനയിക്കുന്നത്. 1971 ബിയോണ്ട് ബോർഡേഴ്സ് ഒരു തല്ലിപ്പൊളി പടമായിരുന്നു. സീരിയസ്ലി സ്പീക്കിംഗ്, മേജർ രവി ലാലേട്ടൻ കോംബോയിൽ വന്ന സിനിമകൾ ഫുൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് പടമായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ബെറ്റർ ആണ് തോന്നി. ഒരു പാട്രിയോട്ടിക് ഫിലിം അല്ലെങ്കിൽ ഒരു ആർമി ബേസ്ഡ് ഫിലിം അല്ലെങ്കിൽ ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ത്രൂ ഔട്ട് ദ ഫിലിം എവിടെയും കിട്ടിയിട്ടില്ല. ഇത് എന്തിനോ വേണ്ടി എടുത്തു വെച്ചൊരു പടമായിട്ട് തോന്നിയത്. ഇത് മറ്റേ അരുൺ ഖേത്രപാൽ ആളുടെ ഒരു ബയോപിക് ആണ് തോന്നുന്നത്. അയ്യേ, അതിന് തന്നെ നാണക്കേടാണ് ഈ പടം ഞാൻ പറയുള്ളൂ. ദിസ് ഇസ് സോ പുവർ പറഞ്ഞാൽ മാഡോക് ഫിലിംസിന്റെ ഏറ്റവും വീക്കസ്റ്റ് പടം. സോ റീസെന്റ് ആയിട്ട് മാഡോക്കിന്റെ പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രാജ്കുമാർ റാവുവിനെ വെച്ചിട്ട് ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ടൈം ട്രാവൽ പോലത്തെയൊക്കെ. അതേ ഒരു വലിയ സുഖമില്ലാത്ത പടമാണ്. പിന്നെ നമ്മുടെ ആയുഷ്മാൻ ഖുറാനെ വെച്ച് തോമ പറഞ്ഞിട്ട് ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു, അതും വലിയ സുഖമില്ലാത്തതാണ്. സ്ത്രീ യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് പടം. ഇത് എന്തിന് ഇങ്ങനത്തെ ഒരു പടം? ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു 120 ബഹദൂർ പറഞ്ഞിട്ട് നമ്മുടെ ഫർഹാൻ അക്തറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതും റിയൽ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പടം. ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. മറ്റേ ഇമ്രാൻ ഹാഷ്മിയുടെ ഗ്രൗണ്ട് സീറോ പറഞ്ഞ പടം കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും, ഭയങ്കര റിയലിസ്റ്റിക് ആയി തോന്നും. ഇത് ഔട്ട് ആൻഡ് ഔട്ട് എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് പിടിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈ അരുൺ പറഞ്ഞ ക്യാരക്ടർ മരിച്ചതായി കാണിക്കും, പിന്നെ ഫ്ലാഷ് ബാക്ക്, പ്രസന്റ് പോർഷൻ. പക്ഷെ ഈ കണ്ടിന്യൂറ്റി മിസ്സാവാണ്. ആൻഡ് ഇതിൽ ആളുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ധർമ്മേന്ദ്രയാണ്. സോറി ടു സേ, ആള് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ഒന്നാമത് ആൾക്ക് വയ്യ, പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടി കൊടുക്കുമ്പോ അങ്ങേര് വന്നിട്ട് ഓവർ ഡ്രാമാറ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നല്ല നല്ല കാസ്റ്റ് ഒക്കെ ഉണ്ട്. മറ്റേ നമ്മുടെ പാതാൾ ലോകിലെ ഹാത്തിറാം ചൗധരി ക്യാരക്ടർ ചെയ്ത ജയദേവ്, അങ്ങേരൊക്കെ ഉണ്ട്. അങ്ങേർക്കൊന്നും ഒന്നും ചെയ്യാനില്ല. സോ ടു മീ പേഴ്സണലി 1971 ബിയോണ്ട് ബോർഡേഴ്സ് ഇസ് ഫാർ ബെറ്റർ ദാൻ ദിസ് ഇക്കീസ്. അത് ഇതിലും കിടുവായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിലും കിടു പറഞ്ഞാൽ പടം കിടുവാണെന്നല്ല, കമ്പയറിംഗ് ടു ദിസ് ദാറ്റ്സ് ഫാർ ബെറ്റർ. ഇതിൽ മറ്റേ മെയിൻ ക്യാരക്ടർ ചെയ്ത പയ്യൻ അരുൺ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യൻ 21 വയസ്സുകാരൻ തന്നെ ഔട്ട് ആൻഡ് ഔട്ട് മിസ്കാസ്റ്റ് ആയിരുന്നു. ആ പയ്യനെ കണ്ടു കഴിഞ്ഞാൽ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് മിലിറ്ററിയിൽ എടുത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ആർമി ഓഫീസർ അല്ലെങ്കിൽ ഒരു സോൾജർ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയി ഈ പടം കാണുമ്പോൾ. എന്തിന് ഇങ്ങനത്തെ ഒരു പടം? അതിൻ്റെ ഇടയിൽ റൊമാൻസ് ഉണ്ട്, റൊമാൻസിൽ സീറോ ഇമോഷണൽ കണക്ഷൻ. എന്തുകൊണ്ട് അവര് ബ്രേക്കപ്പ്, അതിൽ സീറോ ഇമോഷണൽ കണക്ഷൻ. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് ഈ 1971 ബിയോണ്ട് ബോർഡേഴ്സിലായാലും ഇതിലും ടാങ്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ്, അടിച്ചിടല്. അത് എനിക്ക് തോന്നുന്നു ആ 1971 ബിയോണ്ട് ബോർഡേഴ്സ് കാണുമ്പോൾ കുറച്ചും കൂടി ത്രില്ലിംഗ് ആയി തോന്നി. ഇതൊന്നുമില്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് ഒട്ടും വർക്കായില്ല ഈ പടം. ടു മീ പേഴ്സണലി ദിസ് ഇസ് എ ബിലോ ആവറേജ് പടം. ഹിന്ദി ഭാഷയിൽ മാത്രം അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് നൗ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം.